പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്ന് സെപ്റ്റംബർ മാസം 24 ബുധനാഴ്ച. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, പുതിയൊരു പ്രഭാതം നൽകി ഞങ്ങൾ അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറയുന്നു. ഏറ്റവും എളിമയോടുകൂടെ ഇന്നത്തെ പ്രവർത്തനങ്ങളെല്ലാം അവിടുത്തോട് ചേർന്ന് നിന്ന് ചെയ്യാൻ, ദിവ്യകാരുണ്യനാഥൻ്റെ സാന്നിധ്യത്തിലായിരിക്കാൻ വലിയ കൃപ ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. മത്തായി സുവിശേഷം 21 അധ്യായം 19 വചനത്തിൻ്റെ ആദ്യ ഭാഗം ഇന്ന് ധ്യാനിക്കാം. വഴിയരികിൽ ഒരു അത്തിവൃക്ഷം കണ്ട് അവൻ അതിൻ്റെ അടുത്തെത്തി. എന്നാൽ അതിൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല. ഒരു ക്രിസ്തു ശിഷ്യൻ എപ്പോഴും ഫലം ചൂടി നിൽക്കേണ്ടവനാണ് എന്ന് ഇന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. ഫലമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നിന്ന അത്തിവൃക്ഷമാണ് സമൂലം ഉണങ്ങിപ്പോയത്. മർക്കോസ് സുവിശേഷം അത്തിവൃക്ഷത്തെ ശപിക്കുന്ന ഭാഗം രേഖപ്പെടുത്തുമ്പോൾ അത് ഫലങ്ങൾ ഉണ്ടാകുന്ന കാലമല്ലായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് ഒന്നും മറച്ചു വയ്ക്കാനില്ല. ഏറ്റവും എളിമയോടെ നമ്മുടെ കുറവുകൾ ഏറ്റുപറയുമ്പോൾ അവിടുന്ന് ആ കുറവുകളെ നിറവുകളാക്കി മാറ്റിക്കൊള്ളും. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ ജീവിതം അഹങ്കരിച്ച് നശിപ്പിക്കാനുള്ളതല്ലെന്നും എളിമപ്പെട്ട് വളർത്തിയെടുക്കാനുള്ളതാണെന്നും തിരിച്ചറിയാനുള്ള വരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.